നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പട്ടാമ്പി ആമയൂരിൽ കാൽനട യാത്രക്കാരൻ ഥാർ ജീപ്പ് പിടിച്ചു മരിച്ചു. ആമയൂർ സ്വദേശി സലീമാണ് മരിച്ചത്. ശനിയാഴ്ച രാത്രിയായിരുന്നു അപകടം. പട്ടാമ്പി ആമയൂരിൽ ഥാർ ജീപ്പ് പിടിച്ചാണ് ആമയൂർ സ്വദേശി കുറുപ്പന്തൊടി സലീം മരിച്ചത്. 42 വയസ്സാണ്. ശനിയാഴ്ച രാത്രിയായിരുന്നു അപകടമുണ്ടായത്. ആമയൂർ പള്ളിയിൽ പോയി തുറന്ന സുഹൃത്തിന്റെ കടയിൽ നിന്നും തിരിച്ച് വീട്ടിലേക്ക് വരുന്നതിനിടെയായിരുന്നു അപകടം സംഭവിച്ചത്. പെന്തമണ്ണ ഭാഗത്തു നിന്നും പട്ടാമ്പി ഭാഗത്തേക്ക് വരികയായിരുന്ന ഥാർ ജീപ്പ് റോഡരികിലൂടെ നടന്നു പോകുകയായിരുന്ന സലീമിനെ ഇടിക്കുകയായിരുന്നു. തുടർന്ന് ഇയാളെ പട്ടാമ്പിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. തലയ്ക്കേറ്റ ഗുരുതരമായ പരിക്കാണ് മരണകാരണം. അപകടത്തെ തുടർന്ന് ഥാർ ജീപ്പ് ഡ്രൈവർ തൃത്താല ഉളന്നൂർ സ്വദേശി മുഹമ്മദ് റാഷിദിനെ കൊപ്പം പോലീസ് കസ്റ്റഡിയിലെടുത്തു. മെഡിക്കൽ പരിശോധനയിൽ ഇയാൾ മദ്യപിച്ചിരുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. ഇയാൾക്കെതിരെ കേസെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തി. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. 6 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നിവിടങ്ങളിലാണ് ഓറഞ്ച് അലർട്ട്. ശക്തമായ മഴ മുന്നറിയിപ്പാണ് ഈ ജില്ലകളിൽ നൽകിയിട്ടുള്ളത്. മറ്റു ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. കണ്ണൂരും കാസർഗോഡും നാളെയും ഓറഞ്ച് അലർട്ടാണ്. ബുധനാഴ്ച വരെ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിലെ ഓറഞ്ച് അലർട്ട് ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും, മറ്റെല്ലാ ജില്ലകളിലും ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പട്ടാമ്പി കുളപ്പുള്ളി പാതയിലെ വാടാനം കൃഷി റെയിൽവേ മേൽപ്പാലത്തിന് മുകളിൽ സ്വകാര്യ ബസും മിനി ലോറിയും കൂട്ടിയിടിച്ച അപകടം. ആർക്കും ഗുരുതരമായി പരിക്കില്ല. ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. ഞായറാഴ്ച ഉച്ചയോടെയായിരുന്നു വാടാനംകുറിച്ചി റെയിൽവേ മേൽപ്പാലത്തിന് മുകളിൽ അപകടമുണ്ടായത്. പട്ടാമ്പിയിൽ നിന്നും പാലക്കാട്ടേക്ക് പോകുന്ന സ്വകാര്യ ബസും എതിരെ വന്ന മിനി ലോറിയുമാണ് കൂട്ടിയിടിച്ചത്. ബസ്സിലെ യാത്രക്കാരും ഇരു വാഹനങ്ങളിലെയും ഡ്രൈവർമാരുമടക്കം 10ഓളം പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. പരിക്ക് പറ്റിയവരെ വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ വാഹനങ്ങളുടെ മുൻഭാഗം തകർന്നിട്ടുണ്ട്. ഷൊർണൂർ പോലീസ് സ്ഥലത്തെത്തിയ നടപടികൾ സ്വീകരിച്ചു. അപകടത്തെ തുടർന്ന് പാതയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. അപകടത്തിൽപ്പെട്ട വാഹനങ്ങൾ പാലത്തിന് മുകളിൽ നിന്നും മാറ്റിയതിനു ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. കേബിൾ ടിവിയും ബ്രോഡ്ബാൻഡും ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത സംവിധാനമാക്കി മാറ്റുന്നതിൽ ചെറുകിട കേബിൾ ടിവി ഓപ്പറേറ്റർമാർ ചെറുതല്ലാത്ത സേവനമാണ് രാജ്യത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് സിഒഎ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി സുരേഷ് അഭിപ്രായപ്പെട്ടു. 15ഓളം കേബിൾ ടിവി ഓപ്പറേറ്റർമാരുടെ നേതൃത്വത്തിൽ വടക്കേക്കാടിൽ ആരംഭിച്ച വെല്ലോസ് മീഡിയ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മികച്ച ഏകോപനത്തിലൂടെ കൂടുതൽ വേഗതയുള്ള സേവനങ്ങൾ ഗുണമേന്മയിൽ ഗുണഭോക്താക്കൾക്ക് എത്തിക്കുവാനും ടൂറിസം മേഖല ടോട്ടൽ സൊല്യൂഷൻ പ്രൊഡക്ഷൻ, കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി തുടങ്ങി വിദ്യാഭ്യാസ രംഗത്തുൾപ്പെടെ പുതിയ സംവിധാനത്തിലേക്ക് കേരള വിഷൻ പ്രവേശിക്കുമ്പോൾ ഇത്തരം കൂട്ടായ്മയ്ക്ക് ഏതു വെല്ലുവിളിയെയും അതിജീവിച്ച് മുന്നോട്ടു പോകാൻ കഴിയുമെന്ന് പി സുരേഷ് പറഞ്ഞു. കേബിൾ ഇൻഡസ്ട്രി എന്നുള്ള നിലയിൽ നമ്മൾ ആരംഭിച്ചപ്പോൾ അതൊരു ആഡംബര വസ്തുവായിരുന്നു. എന്നാൽ ഇന്ന് കേബിൾ ടിവിയിൽ നിന്നും മാറി നമ്മൾ ബ്രോഡ്ബാൻഡിലെത്തുമ്പോൾ അതൊരു അവശ്യ വസ്തുവാണ്, അനിവാര്യമായ വസ്തുവാണ്. ഇന്ന് ഒരു മിനിറ്റ് പോലും ബ്രോഡ്ബാൻഡ് കട്ടായാൽ അതിന്റെ പ്രൊവൈഡർമാരായ ഓപ്പറേറ്റർമാർക്ക് ഇരിക്കാൻ കഴിയില്ല. അപ്പൊ അത്രയും സെൻസിറ്റീവായിട്ടുള്ള ഒരു ബിസിനസ് കൈകാര്യം ചെയ്യുന്ന ഓപ്പറേറ്റർമാർ എന്നുള്ള നിലയിൽ നിന്നും മാറിക്കൊണ്ട് പുതിയ സംവിധാനങ്ങളിലേക്ക് കേരള വിഷൻ പ്രവേശിക്കുകയാണ്. വടക്കേക്കാട് അൽ വഫ്ര കോംപ്ലക്സിൽ നടത്തിയ ചടങ്ങിൽ വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ബാബു അധ്യക്ഷയായിരുന്നു. വാർഡ് മെമ്പർ നിഷിത ബാബു, KCCL ചെയർമാൻ പി സുരേഷ് കുമാർ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ KV രാജൻ, ജില്ലാ സെക്രട്ടറി CG ജോസ്, KCCL ഡയറക്ടർ VP ബൈജു, TCV മാനേജിംഗ് ഡയറക്ടർ PM നാസർ, CCTV മാനേജിംഗ് ഡയറക്ടർ KC ജോൺസൺ, CCTV മുൻ മാനേജിംഗ് ഡയറക്ടർ TV ജോൺസൺ തുടങ്ങിയവർ സംസാരിച്ചു. വെല്ലോക്സ് മീഡിയയിൽ നിന്നും പിരിഞ്ഞുപോകുന്ന മാനേജർ സിൻഡോ ജോസിനുള്ള ഉപഹാരവും പൊന്നാട അണിയിക്കലും TV ജോൺസൺ നിർവഹിച്ചു. മാനേജിംഗ് ഡയറക്ടർ ബാബു നാസർ സ്വാഗതവും മാനേജിംഗ് പാർട്ണർ KC ജെയിംസ് നന്ദിയും പറഞ്ഞു. പുന്നയൂർ, പുന്നയൂർകുളം, വടക്കേക്കാട് എന്നീ മേഖലകളിലെ 15ഓളം കേബിൾ TV ഓപ്പറേറ്റർമാരുടെ നേതൃത്വത്തിലാണ് വെല്ലോക്സ് മീഡിയ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പരിപാടിയുടെ ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് തല ഉദ്ഘാടനം പ്രസിഡന്റ് റംല വീരാൻകുട്ടി നിർവഹിച്ചു. പഞ്ചായത്തിന്റെയും സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെയും ICDSന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നടത്തുന്നത്.
CHCയിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് വികസനകാര്യ സ്ഥിര സമിതി ചെയർപേഴ്സൺ CG ബാബു അധ്യക്ഷത വഹിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ ഇൻചാർജ് S ഉഷസ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ജസീല ജെയിംസ്, TP റാഷിദ, PHN വിജി അനുഷ, JPHN MV ഉഷാദേവി, ആശാ വർക്കർ KP സ്മിത, പാലിയേറ്റീവ് വളണ്ടിയർ പ്രദീപ് ചെറുവാശ്ശേരി എന്നിവർ പങ്കെടുത്തു. ചാലിശ്ശേരി സാമൂഹികാരോഗ്യ കേന്ദ്രം, സബ് സെന്ററുകൾ, സ്കൂളുകൾ, അംഗൻവാടികൾ എന്നിവിടങ്ങളിലായി 19 കേന്ദ്രങ്ങളിലാണ് ചാലിശ്ശേരി CHCക്ക് കീഴിൽ പോളിയോ തുള്ളിമരുന്ന് വിതരണം ചെയ്തത്. സുരക്ഷാ വാരാചരണത്തിന്റെ ഭാഗമായി KSEB ചാലിശ്ശേരി സെക്ഷനിലെ ജീവനക്കാർ ചാലിശ്ശേരി മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന KSEB ഓഫീസും പരിസരവും വൃത്തിയാക്കി. നിരവധി ആളുകൾ ദിനംപ്രതി വന്നുപോകുന്ന മിനി സിവിൽ സ്റ്റേഷനിൽ കാട് കയറിയ ഓഫീസ് പരിസരം ഏറെ നേരത്തെ പരിശ്രമത്തിലാണ് വൃത്തിയാക്കിയത്. സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ സോന, സബ് എഞ്ചിനീയർമാരായ സുരേഷ് ബാബു, പ്രവീൺ, ശ്രീനിവാസൻ, രവി, സൂര്യൻ, ചിന്തുമേനോൻ, സുന്ദരൻ മുണ്ട്രക്കോട്, മജീദ്, സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ലഹരിക്കെതിരെ ഒരു കൈ ചാർത്ത് എന്ന പേരിൽ തൃത്താലയിൽ സംഘടിപ്പിച്ച ക്യാമ്പയിൻ ലഹരി വിരുദ്ധ സന്ദേശം നൽകി തൃത്താല അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ജോൺസൺ ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ദേവകി, സിവിൽ പോലീസ് ഓഫീസർ രാജേഷ്, ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ജ്യോതി, ഉഷ തുടങ്ങിയവർ സന്ദേശം നൽകി ക്യാമ്പയിന്റെ ഭാഗമായി. തുടർന്ന് സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ്, ജൂനിയർ റെഡ് ക്രോസ്, വിമുക്തി ക്ലബ്ബ്, ഹെൽത്ത് ക്ലബ്ബ് എന്നിവയിലെ അംഗങ്ങളെ ഉൾപ്പെടുത്തി ലഹരി വിരുദ്ധ സന്ദേശ റാലിയും സംഘടിപ്പിച്ചു. തുടർന്ന് സ്കൂളിൽ കുട്ടികളുടെ ഫ്ലാഷ് മോബും നടത്തി. വരവൂർ ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയും വരവൂർ ഗ്രാമപഞ്ചായത്തും നാഷണൽ ആയുഷ് മിഷനും സംയുക്തമായി അന്താരാഷ്ട്ര യോഗാ ദിനാചരണം നടത്തി. വരവൂർ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സജീഷ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വരവൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് C വിജയലക്ഷ്മി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് UB കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ TY അഷ്റഫ്, NS സജീഷ്, PK യശോദ, പഞ്ചായത്ത് അംഗം PV വാപ്പുട്ടി, TMB വാത്തുക്കുട്ടി, TM നാസർ, KC ഷീല, PS സുബീഷ് തുടങ്ങിയവർ സംസാരിച്ചു. വരവൂർ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഫ്രാങ്കോ ജെയിംസ് യോഗ ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി. ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറി ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ യോഗ ഇൻസ്ട്രക്ടർ കവിത ലക്ഷ്മി നന്ദി പറഞ്ഞു. പട്ടാമ്പിയിൽ അടിയന്തരാവസ്ഥയുടെ 51ാം വാർഷികാചരണവും അടിയന്തരാവസ്ഥ വിരുദ്ധ പോരാളികൾക്ക് ആദരവും നൽകി. BJP മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി. BJP പട്ടാമ്പി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അടിയന്തരാവസ്ഥയുടെ 51ാം വാർഷികാചരണം സംഘടിപ്പിച്ചത്. മേലെപ്പട്ടാമ്പി മാരാജി സ്മൃതി മന്ദിരത്തിൽ വെച്ചായിരുന്നു പരിപാടികൾ. അടിയന്തരാവസ്ഥ വിരുദ്ധ പോരാളികൾക്ക് ആദരവും ഒരുക്കി. BJP സംസ്ഥാന കമ്മിറ്റി അംഗം KM ഹരിദാസ് ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. അതുപോലെ തന്നെ രാജ്യത്തിന്റെ ഐക്യത്തെയും അഖണ്ഡതയെയും കുറിച്ചുമൊക്കെ വാചാലരാകുന്നവർ തന്നെയാണ് ഇത്തരത്തിലുള്ളൊരു നടപടിക്ക് നേതൃത്വം കൊടുത്തത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അന്ന് ആരാണോ നമ്മുടെ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തത്, നമ്മുടെ ഭരണഘടനയെ ഇല്ലാതാക്കിയത്, അവരെല്ലാം ഇന്ന് ഭരണഘടന കയ്യിൽ പിടിച്ചുകൊണ്ട് ഞങ്ങളാണ് ഏറ്റവും വലിയ ജനാധിപത്യത്തിന്റെയും ഭരണഘടനയുടെയും ഒക്കെ സംരക്ഷകരെന്ന് ഉദ്ഘോഷിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. നമുക്കെല്ലാവർക്കും ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന പല ആളുകൾക്കും അറിയില്ല എന്താണ് അടിയന്തരാവസ്ഥ എന്നുള്ളത്, അതിന്റെ പരിണിത ഫലം എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് ആർക്കും അറിയില്ല. ആ 23 മാസക്കാലം 25 മുതൽ 77 വരെയുള്ള 23 മാസക്കാലം ഈ നാട്ടിലെ ജനാധിപത്യവും നമ്മുടെ ഭരണഘടനയും രാജ്യവുമെല്ലാം സംരക്ഷിക്കുന്നതിന് വേണ്ടി അഹോരാത്രം പോരടിക്കുകയും സ്വന്തം ജീവനും ജീവിതവും എല്ലാം സമർപ്പിക്കുകയും ചെയ്തതിന്റെ ഫലമായിട്ടാണ് വീണ്ടും നമ്മൾ ജനാധിപത്യത്തിന്റെ ആ ഒരു പുലർക്കാലത്തിലേക്ക് നമുക്ക് കടക്കാൻ വേണ്ടി സാധിച്ചത്. ഏകാധിപതിയായിട്ടുള്ള ഇന്ദിരാഗാന്ധിയുടെ ഭരണത്തിൽ അന്ത്യം കുറിക്കാൻ വേണ്ടി സാധിച്ചത്. വളരെ വലിയ ത്യാഗമാണ് അതിന്റെ ഭാഗമായിട്ട് ഈ നാട്ടിലെ ജനങ്ങൾ അനുഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നേതാക്കളായ അൽകുമാർ, A സുരേഷ്, PT വേണുഗോപാൽ, അണ്ടലാടിമന പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, കുഞ്ഞൻ, ഉണ്ണികൃഷ്ണൻ, കൃഷ്ണൻകുട്ടി, അനൂപ്, ഗോപി പോക്കോടെ, ശ്രീജേഷ് ഉൾപ്പെടെയുള്ളവരും പങ്കെടുത്തു. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.